ഏത് പ്രേമത്തിനും ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ നായകന്റെ പ്രേമനാടകത്തിലെ വില്ലൻ അച്ഛനും അമ്മയായിട്ടാണ് അവതരിച്ചത്. എന്താ കാരണമെന്നോ? സ്വന്തം മകന്റെ മനസ്സിലെ ഇംഗിതം മനസ്സിലാക്കാതെ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകും മുമ്പേ മകന്റെ കല്യാണം നടത്തിക്കാനായിട്ട് ഏതോ കല്യാണ ദല്ലാളിന്റെ വരവും കാത്ത് അവർ ഇരിപ്പായി. ചേട്ടാ നമസ്കാരം ചേട്ടാ. ഇതാര് കുറിപ്പാ? താനിത് എവിടെ മുങ്ങി? ചേട്ടാ ഞാനൊന്ന് മുങ്ങിട്ടൊന്ന് തപ്പിട്ടൊന്ന് പൊങ്ങി കിട്ടിയാണ് ഈ ഫോട്ടോ. ഫോട്ടോയും കിട്ടോ എന്ന് വേണ്ട, പെണ്ണിനെ പറ്റിയും പെണ്ണിന്റെ കുടുംബത്തെ പറ്റി വിശദമായിട്ട് അങ്ങ് പറ. കേക്കണോ? തെക്കക്കരയിലെ പുത്തഞ്ചരുവള വീട്ടിലെ ചമന്റെ മോള് 4 ചക്കരം കിട്ടണ കോള്. കൽപ്പക്കാരണ്ണന്മാരുണ്ടെങ്കിലും 10 ക്ലാസ് പഠിച്ചവളാണെങ്കിലും 10 ക്ലാസ് കാട്ടാത്ത പെണ്ണ് നമ്മുടെ കുട്ടന് ചേരണ പെണ്ണ്. ഒന്ന് പോകാം, പോയി കാണാം, കണ്ട് കാര്യം ചൊല്ലി നോക്കാം. ഒത്താലങ്ങൊക്കട്ടയില്ലെങ്കിൽ വേറൊന്ന്. താൻ കൊള്ളാവരുടെ കുറിപ്പേ, മുങ്ങിത്തൊപ്പിക്കൊണ്ടുവന്ന ഫോട്ടോകളെല്ലാം കൊള്ളാം. ഇത് കണ്ടാടി, നല്ല ഒന്നാം തരം കൊച്ച്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, മഹാലക്ഷ്മി മാതിരി ഇരിക്കുന്നു. എടോ കുറിപ്പേ, ഈ ഫോട്ടോയിലെ കൊച്ചെങ്ങനെയാ? കേൾക്കണോ? പറയാമല്ലോ. മുല്ലയ്ക്കുള്ളത് ഗോപിന്നന്റെ മുല്ലപ്പൂ പോലത്തെ മോള്, നീലചിത്രത്തിലെ സൂപ്പർ സ്റ്റാറ്, ഒറ്റക്കടിക്കടി സർക്കിട്ട് പോകുന്ന ഉത്തമിയായൊരു പെണ്ണ്, നമ്മുടെ കുട്ടന് ചേരുന്ന പെണ്ണ്. ഒന്ന് പോകാം, പോയി കാണാം, കണ്ട് കാര്യം ചൊല്ലി നോക്കാം. ഒത്താലങ്ങൊക്കട്ടെ ഇല്ലെങ്കിൽ വേറൊന്ന്. അല്ല കുറുപ്പേ, ഈ നീല ചിത്രം എന്നൊക്കെ പറഞ്ഞ എന്താ? ചേച്ചി, ഈ നീലം കറുപ്പ് മഞ്ഞ ചോപ്പ് നിറമല്ലേ നിറം. അപ്പൊ ഈ കളർ സിനിമ അങ്ങനെയുള്ള ഈ ഫോട്ടോയിലെ കൊച്ചിന്റെ കാര്യം ഒന്ന് പറ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, ഇത് മഹാഭാഗ്യ.